സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധുനായറേവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ അമേരിക്കയെക്കുറിച്ചിട്ടുള്ള ചിലരുടെ ധാരണകളെക്കുറിച്ചാണ്. എസ്പെഷ്യലി നാട്ടിൽ നിന്ന് വരുന്ന ചില ആളുകൾ, പിന്നെ ഇവിടെ തന്നെ എത്രയോ കാലമായിട്ട് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന പലരും ഈ നാട്ടിനെക്കുറിച്ച് പലതും പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൊണ്ട് ഒരു കഥയുണ്ടല്ലോ, കുരുടൻ ആനയെ വിശേഷിപ്പിക്കുന്നത് പോലെ. കാരണം നാട്ടിൽ നിന്നുള്ള യൂട്യൂബ് ചാനലുകൾ പലതും ശ്രദ്ധിക്കുമ്പോൾ ഈയിടയ്ക്ക് ഒന്ന് വളരെ കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടത്, അമേരിക്കയിൽ വൻപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രധാനമായിട്ട് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ മോശമായ അവസ്ഥയിൽ, ചൈനീസ് സാധനങ്ങളിവിടെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാളോവീനും ക്രിസ്മസും ഒക്കെ ആഘോഷങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകും. എന്തൊക്കെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ എത്രയോ വർഷങ്ങളായി താമസിക്കുന്ന ഇന്ത്യക്കാർ, അതിൽ നല്ലൊരു ഭാഗത്ത് ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ മലയാളികളെ കുറിച്ചിട്ടാണ്. മലയാളി പോപ്പുലേഷനിൽ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ഭൂരിപക്ഷമുള്ളത് ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. അവരുടെ എല്ലാം ഒരു പൊതുധാരണ, എനിക്ക് തോന്നുന്നില്ല അതിലേതെങ്കിലും ഒരു നേതാവ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇന്ത്യ RSSൻ്റെ പിടിയിൽ അമർന്ന് ജനാധിപത്യമെല്ലാം ക്രൂശിക്കപ്പെട്ട് ക്രിസ്തീയ വിഭാഗങ്ങളെയെല്ലാം എന്താ പറയണത്, തല്ലിക്കൊന്ന് പള്ളികളെല്ലാം അടച്ചുപൂട്ടി ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ ഒരുപാട് ട്രോളുകൾ. അത് ഒരു പരിധിവരെ വിമർശനങ്ങളൊക്കെ ആവാം, പക്ഷേ ഇതൊരു പൊതു സ്വഭാവമായിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇപ്പോഴും സ്വർഗമാണെന്ന് കരുതുന്ന, സ്വർഗം പലർക്കും സ്വർഗമായിരിക്കും, പക്ഷേ നാട്ടിലെ എത്രയോ നല്ല കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മെഡിക്കൽ ഹെൽപ്പ്. ഇവിടെ ഒരു കുരിശാണിത്. നാട്ടിലുള്ള എക്സലൻറ്റ് മെഡിക്കൽ ഹെൽപ്പ്, അത് റൂറൽ ഏരിയാസിലൊക്കെ തന്നെ ഉള്ള വൻപിച്ച ആശുപത്രികൾ, ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ കുറേ അഭിപ്രായങ്ങൾ ഇങ്ങനെ തട്ടിവിടുക. ഇപ്പോൾ പിന്നെ ഈ വിഷ്വൽ മീഡിയയുടെ ഇതുള്ളത് കൊണ്ട് ഇങ്ങനെ ഇത് വച്ച് മുതലാക്കി പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതിലെനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. വേറൊരു കാര്യം, ഇപ്പോൾ ഈ ചൈനയും അമേരിക്കയും കൂടെയുള്ള ഈ റിലേഷൻസ് ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ ശരിയാണ്. ഇതിലെ പ്രധാന കാരണം ചൈന പറയുന്ന റെയർ മെറ്റൽസിൻ്റെ എക്സ്പോർട്ടിൻ്റെ കർശന നിയന്ത്രണമൊന്നും മാത്രമല്ല. ആക്ച്വലി ഇത് മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഒറ്റ രാജ്യമാണ് ചൈനയെ ഇത്രയും വലിയ സമ്പത്ത് രാജ്യമാക്കി തീർത്തത്. അതുവരേക്കും ഉള്ള ചൈനയുടെ അവസ്ഥ നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ ഈ പറയുന്ന കൺസ്യൂമർ മാർക്കറ്റും ചൈനീസ് ബന്ധങ്ങളൊക്കെ ഈ സൂക്ഷ്മമാക്കിയിട്ട് ചൈനയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് ചൈനയെ ഒരു വൻപിച്ച സാമ്പത്തിക രാജ്യമാക്കി തീർത്തതിൻ്റെ 99% ഉത്തരവാദിത്വം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അമേരിക്കൻ US ഡോളർ ബോണ്ടുകളിൽ ഒരു മുഖ്യ പങ്കും ചൈന കൈയടക്കി വെച്ചിരിക്കുന്നത്. അതായത് പറയുന്നത്, ഈ ചൈന ഈ ബോണ്ടുകളൊക്കെ ക്യാഷ് ചെയ്യുന്ന അമേരിക്കൻ ട്രഷറി തകരും. ആരെയാണ് ഈ വടിയാക്കുന്നത്? ഈ ഡോളർ മാറ്റി ഏത് കറൻസിയിലാണ് ചൈന ഇത് കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഈ പറയുന്ന ചൈനയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ ഒരു പ്രധാന കാർഷിക വിഭവങ്ങളാണ്. അതിൽ സോയാബീൻ കർഷകർ കോടിക്കണക്കിന് ടണ്ണുകൾ ഇപ്പോൾ വിറ്റഴിക്കാനൊക്കാത്ത ഒരു പ്രതിസന്ധി വന്നിരുന്നു. പക്ഷേ അത് പ്രസിഡന്റ് ട്രംപ് കാര്യമായിട്ട് അത് പരിഹരിച്ചിരിക്കുന്നു. അവർക്കൊക്കെ കാര്യമായിട്ട് സബ്സിഡി കൊടുക്കുകയാണ്. അതായത് അമേരിക്കൻ കർഷക വിപണി ഒരിക്കലും തന്നെ ഹാം ചെയ്യാനായിട്ട് ഒരു പ്രസിഡൻറ്റിനും ധൈര്യം ഉണ്ടാകാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് പ്രസിഡന്റ് കാർട്ടറും സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു വലിയ തർക്ക വിഷയമെന്ന് സോവിയറ്റ് യൂണിയനിലുണ്ടായ ഒളിമ്പിക്സ് പോലും അമേരിക്ക ഉപേക്ഷിച്ചു, ബോയ്ക്കട്ട് ചെയ്തു. എന്നിട്ട് പോലും അന്ന് അമേരിക്കയിൽ നിന്നുള്ള ഗോതമ്പ് കയറ്റുമതി സോവിയറ്റ് യൂണിയനിലേക്ക് തടയാനായിട്ട് ഒരു ശ്രമവും നടന്നിട്ടില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അമേരിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി ഒരു എന്താ പറയുക, ഒരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു അവതാരം പോലെ വൈറ്റ് ഹൗസ് കയറിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജൽപ്പനങ്ങൾ. പക്ഷേ അത് കാര്യമായിട്ടിവിടെ സമ്പത്ത് വ്യവസ്ഥയെ ഒന്നും ഇതുവരെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഈ പറയുന്ന ഫെഡറൽ എംപ്ലോയീസിന് ഇപ്പോഴും സർക്കാർ സാങ്കേതികമായിട്ട് ഷട്ട് ഡൗണാണ്. പക്ഷേ ദൈനംദിന ജീവിതത്തിന് കാര്യമായിട്ടുള്ള എന്താ പറയുക, ഒരു ആഘാതം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചില കാര്യങ്ങൾ ഇപ്പം വാഷിങ്ടണിലെ ഏറ്റവും പ്രശസ്തമായ സ്മിത്തോണിയൻ മ്യൂസിയങ്ങളൊക്കെ അടച്ചിരിക്കുന്നു. ഫ്ലോറിഡയിൽ വളരെ ലോകപ്രസിദ്ധമായ അക്വേറിയം എന്നേക്കുമായി അടച്ചു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് ഈ ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ കളിയിൽ ഒരിക്കലും ചൈന ജയിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എനിക്ക് വളരെയധികം ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഇൻഡോ ചൈന ബന്ധങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ചെയ്യും പോലെ ഈ ചൈനീസ് ഇമ്പോർട്ട് ഇന്ത്യയിലേക്കുള്ളതിന് കർശനമായിട്ട് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടാക്കിയില്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അതുപോലെ സമ്പദ് വ്യവസ്ഥ ഒരു കാലത്തും ഒരു ലോക സ്റ്റാൻഡേർഡിലേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാതെ അവിടുത്തെ എന്താ പറയുക ഭരണകൂടം മുന്നോട്ട് പോകുന്നതിൽ ഉള്ള എന്താ പറയുക വിഷമം നിങ്ങളോടൊപ്പം പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.